നയൻതാര ധനുഷ് ഡോക്യുമെന്ററി വിവാദത്തിൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയ്ക്ക് മദ്രാസ് ഹൈക്കോടതിയിൽ തിരിച്ചടി. നയൻതാരയ്ക്കെതിരെ ധനുഷ് നൽകിയ പകർപ്പവകാശ കേസ് റദ്ദാക്കണമെന്ന നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ തടസ്സ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. ധനുഷിന്റെ ഹർജി ഫെബ്രുവരി 5-ന് പരിഗണിക്കുമെന്നും ജസ്റ്റിസ് അബ്ദുൽ ഖുദോസ് വ്യക്തമാക്കി. അനുമതിയില്ലാതെ നാനും റൌഡിദാൻ എന്ന ചിത്രത്തിൽ അണിയറ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിനെതിരായ ഹർജിയാണ് പരിഗണിക്കുക. അജയ് സുധാബിജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇതിപ്പോൾ നമുക്കറിയാം ഒരുപാട് നാളായി ആ കേസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിനോട് എന്താണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്? രഞ്ജിത്ത്, ഈ കേസിൽ തുടക്കം മുതൽ തന്നെ നയൻതാരയ്ക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ധനുഷിന്റെ എതിർകക്ഷിയായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയാണ് ഒരു തടസ്സ ഹർജിയുമായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും അവർ ഉന്നയിക്കുന്ന വാദമെന്ന് പറയുന്നത് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ധനുഷ് ഈ കേസുമായി മുന്നോട്ട് പോയിരിക്കുന്നതെന്നാണ്. ധനുഷ് നൽകിയിട്ടുള്ള 2 ഹർജികളുണ്ട്. ഈ 2 ഹർജികളും റദ്ദാക്കണമെന്നായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ ഒന്നാമത്തെ ഹർജി നയൻതാരയ്ക്കെതിരെ നൽകിയ പകർപ്പവകാശ നിയമപ്രകാരമുള്ള ഹർജി തന്നെയാണ്. ഇതിൽ 10 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന് ധനുഷ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ ഇവരുടെ ഒരു എതിർവാദം എന്ന് പറയുന്നത്, നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ എതിർവാദം എന്ന് പറയുന്നത് 2020-ൽ തന്നെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് അണിയറ ദൃശ്യങ്ങളും അതുപോലെ തന്നെ സംവിധായകനായിട്ടുള്ള വിഘ്നേഷ് ശിവന്റെയും നയൻതാരയുടെയും ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അന്നൊന്നും തന്നെ ധനുഷ് യാതൊരുവിധ എതിർപ്പോ കേസോ ഈ സംഭവത്തെ പറ്റി നൽകിയിരുന്നില്ല. എന്നാൽ ഈ ഡോക്യുമെന്ററി റിലീസ് ചെയ്ത്, അതായത് 2024 നവംബർ 18-ന് ഈ ഡോക്യുമെന്ററി റിലീസ് ചെയ്ത് 7 ദിവസത്തിന് ശേഷമാണ് ധനുഷ് ഇത്തരം ഒരു കേസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ള വാദം നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ ധനുഷ് മാത്രമല്ല, ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള വണ്ടർബാർ ഫിലിംസ് ഇവർ നൽകിയിട്ടുള്ള 2ാമത്തെ ഹർജിയായിരുന്നു ഈ കേസ് മദ്രാസ് ഹൈക്കോടതി തന്നെ പരിഗണിക്കണമെന്നുള്ളത്. അപ്പോൾ ഇതിനെതിരെ ഈ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത്, നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്, അതുമാത്രമല്ല നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് മുംബൈയിലെ ഓഫീസിൽ നിന്നാണ്. അതുമാത്രമല്ല ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള വണ്ടർബാർ ഫിലിംസ് സ്ഥിതി ചെയ്യുന്നത് കാഞ്ചീപുരത്താണ്. അപ്പോൾ ഈ കേസ് കാഞ്ചീപുരത്തേക്കോ അല്ലെങ്കിൽ മുംബൈയിലേക്കോ മാറ്റണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇത്തരത്തിൽ ഈ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ മുന്നോട്ട് വെച്ച മറ്റൊരു 2ാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഈ കേസ് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് മുന്നോട്ട് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഇതിൽ ധനുഷിന്റെ വാദം എന്ന് പറയുന്നത്, ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം, നാനും റൌഡിദാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം, ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നിരുന്നത് ചെന്നൈയിലും പോണ്ടിച്ചേരിയിലുമായിട്ടാണ്. അതുമാത്രമല്ല, അന്ന് വണ്ടർബാർ ഫിലിംസ് നയൻതാരയിൽ നിന്ന് ഈ കരാർ ഒപ്പിടുന്ന സമയം ഇവരുടെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് ചെന്നൈയിൽ തന്നെയാണ്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഈ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ പ്രതിയായിട്ടുള്ള, അവർ എതിർകക്ഷിയായിട്ടുള്ള ഒരു കേസിൽ ഈ കേസിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ കേസ് തീർച്ചയായിട്ടും മദ്രാസ് ഹൈക്കോടതി തന്നെ പരിഗണിക്കണമെന്ന് ധനുഷും ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിയും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ധനുഷിന്റെ ഈ 2 ഹർജികളും, ഈ പകർപ്പവകാശ നിയമപ്രകാരം നയൻതാരയ്ക്കെതിരെ നൽകിയ ഹർജിയും ഈ കേസ് മദ്രാസ് ഹൈക്കോടതി തന്നെ പരിഗണിക്കണമെന്നുള്ള ആവശ്യവും, ഇത് 2 മദ്രാസ് ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതിന് എതിരായിട്ട് ഈ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ നൽകിയിട്ടുള്ള തടസ്സ ഹർജികൾ അത് ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഇതിന് തുടർച്ചയായിട്ട് ഈ വരുന്ന ഫെബ്രുവരി 5-ാം തീയതി ധനുഷിന്റെ വാദങ്ങൾ കോടതി കേൾക്കും. ഈ കേസ് പരിഗണിക്കുമെന്നും മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ ധനുഷിനും അനുകൂലമായുള്ള തീരുമാനങ്ങൾ ആദ്യം മുതൽ തന്നെയുണ്ട്. നമുക്കറിയാം, നേരത്തെ നയൻതാരയ്ക്കെതിരെ കോടതിയുടെ പരാമർശമുണ്ടായിരുന്നു, ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെറ്റ്ഫ്ലിക്സിനും മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. അജയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.